കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന, ദൈവപിതാവേ ആരാധന. നമുക്ക് കൈകൾ ഉയർത്തിപ്പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ വിവിധ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുന്ന ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്കിപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന
സാക്ഷികൊണ്ട് ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തുല്യം ചെയ്യാൻ അങ്ങേപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. കരഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തോടെ ആലപനത്തോടെ ശ്രുതികട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആലപനത്തോടെ ശ്രദ്ധിക്കട്ടെ. പക്ഷാപനത്തോടെ പക്ഷാപനം ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ശക്തമായി ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഈശോ സ്പർശിക്കണമേ കർത്താവേ. ഓരോ മകനെയും മകളെയും കണ്ണുനീര് നിന്റെ കൈകൾ നീട്ടിക്കൊണ്ട് എടുക്കണമേ കർത്താവേ. രോഗികളും തീരാവേദികളും ജീവ ദുരിതങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ സ്പർശിക്കണമേ. അമ്മേ 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 പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഇപ്പോഴ് ആരാധന നിമിഷങ്ങളിലെ അമ്മ മധ്യസ്ഥ വഹിക്കണമേ. എല്ലാ മാലാഖമാരെ രക്തസാക്ഷികളെ മധ്യസ്ഥ വഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം
ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം മഴ പോലെ പെയ്യട്ടെ. ആത്മാവേ, ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, പ്രിയ കർത്താവേ, ക്രിസ്തുവിന്റെ ആത്മാവേ, രക്തസ്രാവക്കാർ രോഗപ്പെടുത്തിയ ശക്തിയുടെ ആത്മാവേ, അപ്പോസ്തലന്മാർ ഇറങ്ങി വസിച്ച ശക്തിയുടെ ആത്മാവേ, അഭിഷേകം ചെയ്യണമേ. ഭാരത രോഗങ്ങള്, പീഡാബന്ധനങ്ങള്, ജീവിത ദുരിതങ്ങള്, എല്ലാ ബന്ധനങ്ങളും, രോഗങ്ങള്, മാനസിക രോഗങ്ങള്, ഡിപ്രഷൻ രോഗങ്ങള്, എല്ലാ തരത്തിലുള്ള അകൃത്യങ്ങള് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവേ, വിശുദ്ധമായ തിരുമുറുപാർന്ന വലത് കരം ഓരോ മകന്റെ മേലും വെക്കണമേ. ഉച്ച മുതല് ഉള്ളംകാൽ വരെ കർത്താവിന്റെ അടിപ്പിടലുകള് പായട്ടെ. മാർഗരോഗങ്ങള്, ബന്ധനങ്ങള്, പൈശാചിക സ്വാധീനങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. എല്ലാവരും ഭക്തിയോടെ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ആരാധനയിലായിരിക്കുമ്പോൾ തീർത്ഥാടനത്തിലിരിക്കുന്നവർ ഓൺലൈനിൽ എപ്പോഴെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അവരെല്ലാവരും ലക്ഷക്കണക്കിന് ദൈവത്തിൻ്റെ മക്കൾ ഏത് സമയത്തും അഭിഷേകത്താൽ നിറയാൻ ഉടമ്പടി ആരാധനയെ ദൈവം സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയിരിക്കുന്ന കൈയടിച്ച് കർത്താവ് യേശുവേ നന്ദി. ഹല്ലേലൂയ, ഉടമ്പടിയിൽ നമ്മൾക്ക് അതായത് ആശയപരമായി ദൈവദൃശ്യത്തിന് ഉടമ്പടിയിലാകുന്ന ഒത്തിരിയേറെ ദൈവിക പരിക്രമങ്ങളുണ്ട്. ആശയപരമായി നമ്മളിപ്പോൾ വരുമ്പോൾ പ്രായോഗികമായി ഉടമ്പടിയിലാകുകയാണ്. ആശയപരമായി ഉടമ്പടിയിലാകുന്നതും ദൈവം അംഗീകരിക്കുന്ന ഒരു ദൈവികമായ അടയാള പദ്ധതിയാണ്. കാരണം ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. തൃശ്ശൂരിൽ നിന്ന് സബിത എന്നൊരു മോള് സാക്ഷ്യം പറയാം. അപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറയണത് മാരകമായ വയറുവേദനയുടെ മകന്, അവന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. മാരകമായ വയറുവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന വന്നാൽ നിൽക്കത്തില്ല, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. തന്നെയാണ് അമ്മ മക്കളെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ കുഞ്ഞിന് സങ്കടവും ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ അമ്മയുടെ ജീവിതം തീർന്ന് ഇവനോ ഓർത്തിട്ടുള്ള വിഷമവും വേവലാതിയുമായിട്ട് ജീവിക്കുകയാണ്. അത് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അത് കേട്ട് കഴിഞ്ഞാൽ. നിങ്ങളുടെ മക്കൾക്ക് രോഗം വരുമ്പോൾ, പക്ഷെ അത് മാറാത്ത രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ മാറും, ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറും എന്നൊക്കെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പ് പോയി. അതോടുകൂടി ഇവരുടെ പിടിവിട്ടു പോയി. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പിടിവിട്ടു പോകുന്ന ഒരവസരം വരും. പിടിവിട്ട് ജീവിതത്തിലുണ്ടാവും. ഉടമ്പടിയിലായിരിക്കുമ്പോഴും ഉണ്ടാവും, ഉടമ്പടിക്ക് മുമ്പും ഉണ്ടാവും. പിടിവിട്ടു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു വിശ്വാസികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസികളുടെ ഒരു ഗുണമെന്ന് പറയണത്, നിങ്ങളെ പിടിവിട്ട് പോകുമ്പോൾ എല്ലാം തീർന്നെന്നല്ല വിചാരിക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ പറയും 21 ലക്ഷം ആൾക്കാരെ കണ്ണുനീര് നേരെ കേട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർ 10-32 വർഷമായി ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട്. അപ്പോൾ പിടിവിട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കരുത് എൻ്റെ പിടിവിട്ട് പോകുമെന്ന് ഓർക്കരുത്. പിടിവിട്ട് പോകുമ്പോൾ കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചിരിക്കണം എന്ന് ഓർക്കണം. കൈയിട്ടിച്ച് ശ്രദ്ധിക്കണ്ടല്ലേ. അതാണ് ഈ പറയണത്. He have uphold me in the with the victorious right hand. Take the word of God, Isaiah 41:10.
അതാണ് അവൻ്റെ വലത് കരത്താൽ അവൻ എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നുവെന്ന്. അപ്പം നമ്മുടെ പിടി ഇപ്പം മരുന്നിനിയില്ല, ഈ രോഗത്തിന് മരുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തീർന്നെന്നല്ല വിചാരിക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ സൃഷ്ടാവിൽ ആരംഭിക്കാൻ പോകുന്ന കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അങ്ങെപ്പോലെ കൈവീശിക്കൊണ്ട് ആരാധന നമ്മളിങ്ങനെ ആരാധനയിൽ പോകുമ്പോൾ നമ്മുടെ ആരാധനയിൽ ഈശോ എന്നാ ചെയ്യണത്? വചനം പഠിപ്പിക്കും, വചനം വ്യാഖ്യാനിച്ച് തരും, വചനം പ്രാർത്ഥിപ്പിച്ച് തരും, വചനം പാട്ടാക്കി മാറ്റി തരും. ഇതൊക്കെ എന്തിനാ? ഇത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും ഇതുപോലെ ആരാധന ഇരുന്ന് കൂടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ആരാധന ഇരുന്ന് കൂട്ടമായിട്ട് ആരാധന, അയൽവാസികളെല്ലാം ഉടമ്പടി എടുത്തിട്ടുള്ളവരെല്ലാം ഒരുമിച്ചൊരു ദിവസം ഫിക്സ് ചെയ്തിട്ട് വന്ന് മൊബൈൽ ടി വിയെ കണക്ട് ചെയ്ത് ആരാധന, ഈ നമ്മുടെ സാരി തലപ്പൊക്കെ പള്ളിയിലിരിക്കുന്ന പോലെ ശിരസ് മൂടിക്കൊണ്ട് ടി വിയിൽ ആരാധന, ഉടമ്പടി ആരാധന കൂടുന്നവരുണ്ട്. ഉടമ്പടി ആരാധന എന്ത് സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞു, എന്ത് സംഭവിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഷാലോൺ ടി വി പോലും ആരാധന കൂടുമ്പോൾ കർത്താവിൻ്റെ കൈകൾ നീണ്ടു വന്നിട്ട് മാരകരോഗങ്ങൾ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ നമ്മുടെ സവിതയുടെ അവസ്ഥ എന്താ? സവിതയുടെ മകൻ അവർ ഇങ്ങനെ ഉടമ്പടി ആരാധന, ഇപ്പം അവർക്ക് അവിടെ നിലവിട്ട് പോയില്ല, പിടിവിട്ട് പോയില്ല. അവർ പിടിവിട്ട് പോയെങ്കിലും ഇനി മരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കുഞ്ഞിൻ്റെ ഈ മരണം വരെ ഇങ്ങനെ ആയിരിക്കുമോ? ഞാൻ മരിച്ചാലും കുഞ്ഞിനെ വേദനയുമായിട്ട് കുഞ്ഞ് തുടരേണ്ടി വരുമോ? ഇങ്ങനെ വല്ലാത്ത ചിന്തകളെല്ലാം ബാധിച്ച് ഒരുതരം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ സങ്കരം, അത് ഭ്രാന്ത് കണ്ണീരായിട്ട് ഇങ്ങനെ ഒഴുകി. അത് അപ്പോഴും ഇവൾ ഉടമ്പടി ആരാധന കൂടുന്നുണ്ട്. ഉടമ്പടി എടുത്തിട്ടില്ലേ ആള്? അതാണ് രസം. അതാണ് ഞാൻ പറഞ്ഞത്, ആശയപരമായ ബന്ധമെന്ന് ഉടമ്പടി എന്ന് പറഞ്ഞത് അതാണ്. നമ്മൾ ചിലപ്പോൾ ഉടമ്പടി എടുത്ത് കാണത്തില്ല, പക്ഷെ നമ്മൾ ഉടമ്പടിയുടെ ഉപ്പ് ചില ആൾക്കാർ ഉപയോഗിക്കും, ആരെങ്കിലും നാത്തുമാരെ ബന്ധുക്കളെ തരുന്നത് ഉപയോഗിക്കും. അവരത് വിശ്വസിച്ചില്ലേ, അപ്പം തന്നെ ആശയപരമായിട്ട് അവർ ഉടമ്പടിയോടെ കണക്റ്റഡായി. ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങൾക്കും അവർക്ക് യോഗ്യതയായി. ആരും വിശ്വാസങ്ങളല്ല ബന്ധമെന്ന് പറയുന്നത്. പാലമെന്ന് പറയുന്നത്, ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താ? അക്കരെ ഇക്കരെ ഒരു നദി ഒഴുകുന്ന ദൈവം ഇക്കരെയും നമ്മൾ അക്കരെയും ആണെങ്കിൽ ഇതിൻ്റെ പാലമെന്ന് പറഞ്ഞത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ് പാലം. ചിലത് അടിപ്പാലമുണ്ട്, ചില കോൺക്രീറ്റ് പാലമുണ്ട്, പല പാലങ്ങളേ ഉള്ളതേ ഉള്ളൂ. തടിപ്പാലമൊക്കെ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഉടഞ്ഞു പോകും, മഴയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ കണ്ടിച്ചൊക്കെ പോകും. നല്ല കോൺക്രീറ്റ് പാലമുള്ള ആൾക്കാരുണ്ട്. വിശ്വാസം സ്ഥാപിച്ച പിന്നെ അത് പോകത്തില്ല. അത് തന്നെ അതുപോലെ തന്നെ നിൽക്കും. പിന്നെ അതിനെ മെയിൻ്റെനൻസ് ചെയ്ത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇവർ ഇങ്ങനെ കുഞ്ഞപ്പുറത്ത് കളിക്കുക വേറെ എന്തോ എടുക്കാൻ വേണ്ടി, കുഞ്ഞ് ഫ്രീ ആണ്, അമ്മയുടെ അടുത്ത് ഇല്ല. അപ്പോൾ അമ്മ ഇരുന്നുകൊണ്ട് ടി വിയിൽ ഈ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധന കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ആരാധന കൂടുന്നതിനേക്കാൾ ഉപരി ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാധനയും കരച്ചിലും ഒരുമിച്ച് പോവുകയാണ്. ദൈവത്തോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനൊരു അവസ്ഥയിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ എല്ലാവരുടെയും പറയാൻ പറ്റുമെങ്കിൽ അവരൊക്കെ ഒരു മാനുഷികമായ സഹതാപം തരികയല്ലേ ഉള്ളൂ. എനിക്ക് തോന്നിയിരിക്കുന്നത്, ഞാൻ ഈ മാനുഷ്യ ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാണ്. മാനുഷ്യ ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം മനുഷ്യനെതിരായിട്ടല്ല, നിങ്ങളെ റിലേ ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പണിമേടിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങൾ സമയം കൂടെ ചിലവഴിക്കുന്ന ബന്ധുക്കൾക്ക്, സ്വന്തപ്പെട്ടവർക്ക്, ഫ്രണ്ട്സിന്
അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പണി മേടിച്ചിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രം പാഠം പഠിക്കുകയും പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അവർ സ്കൂട്ടാകും അവരുടനെ സ്കൂട്ടാകും. അത് അവർ നിങ്ങളുടെ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളെ വിട്ടും വെച്ചിട്ട് അവർ പോകുന്നത് വരെ വൈ ഷുഡ് യു മെയിൻറ്റെയിൻ ദം? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഒരു തട്ടുകേട് നിങ്ങൾക്ക് കിട്ടണ വരെ വൈ ഷുഡ് യു വേസ്റ്റ് യുവർ ടൈം? നിങ്ങൾ എന്താ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യണത്? അപ്പോൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം കൊടുക്കുക. ബന്ധുക്കൾ വേണ്ടെന്ന്, സ്വന്തം വേണ്ടെന്ന്, ഫ്രണ്ട്സ് വേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയണത്. യു ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ദാൻ ഗാഡ്. നിങ്ങളുടെ പ്രാർത്ഥനയെ നശിപ്പിക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുന്ന, വിശ്വാസ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നിങ്ങൾ ദൈവത്തെ വളരാൻ നിങ്ങൾ അനുവദിക്കാത്ത ഒരു പിശാചിനെ, അവനത്തെ ബന്ധുവോ സ്വന്തമായിട്ട് എന്തിനാണ് തൊങ്ങിക്കൊണ്ട് നടക്കുന്നത്? അവിടുന്ന് അവരെ വിട്ടേക്കൂ എന്ന് കർത്താവ് പറഞ്ഞില്ലേ? അവരെ വിട്ടേക്കൂ. എന്താണ് കാരണം? അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. ആധ്യാത്മിക ജീവിതം, ക്രിസ്തുവായുള്ള ജീവിതം കുറേ ആൾക്കാരെ വിടാതെ പറ്റത്തില്ല. അവരെ വിട്ടേക്കൂ. ശ്രദ്ധിക്കട്ടെ. മത്തായി 15:14 അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ദൈവത്തിൽ നിങ്ങളെ വളർത്താത്ത, ദൈവത്തെ കാണാത്ത എല്ലാ മനുഷ്യരും അന്ധരാണ്. സംശയമുണ്ടാവും. അതുകൊണ്ടാണ് ഈ ടി വിയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് എന്താ പറയണേ, ഭൂമിയിൽ ഒരു വഴക്കായും ചെയ്യാം, ദൈവത്തിന് എന്തിനാണ് മോഡിൽ എന്ത് വഴക്കാ ചെയ്യുക? അപ്പോൾ അയാൾക്ക് ബോധമില്ല, ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല. ദൈവത്തെക്കുറിച്ച് അറിയാത്തവർക്കോ പ്രാർത്ഥിക്കാത്തവർക്കോ ദൈവത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശം? അത് പ്രാർത്ഥിക്കുന്നവരുടെ, വിശ്വസിക്കുന്നവരുടെ അവകാശമാണ് ദൈവത്തെക്കുറിച്ച് പറയുക. ശ്രദ്ധിക്കട്ടെ. എത്ര നല്ല ദൈവത്തോട് സന്തോഷത്തിൽ പാടുക. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ പേര് ജീമോൾ ജിജോ. ഞാൻ ചേർത്തല മുട്ടമ്പള്ളി ഫൊറോന ഇടവക അംഗമാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. ഞങ്ങൾക്ക് 7 വർഷമായി മക്കളില്ലായിരുന്നു. അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ മക്കളെ തരണമെന്ന്. അങ്ങനെ ഞാനിപ്പോൾ UK-യിലായിരുന്നു. അപ്പം എനിക്ക് അവിടെ ഞാൻ എല്ലാ മാസവും ചെക്ക് ചെയ്യായിരുന്നു പീരീഡ്സ് താമസിക്കുമ്പം. പക്ഷേ എപ്പോഴും നെഗറ്റീവായിരുന്നു. അപ്പം അവിടെ ഞാൻ വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞു ഇതൊരു എമർജൻസി കാര്യമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കൊറോണയാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഏറ്റവും വലിയ വൈദ്യനാണ് നിൻ്റെ മകൻ, അതുകൊണ്ട് എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ മക്കളെ തരണമെന്ന്. അങ്ങനെ അപ്പോഴാണ് അച്ഛൻ്റെ, ഞാൻ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 25 ഒരു ഡേറ്റ് ഇട്ടു. അപ്പോൾ സെപ്റ്റംബർ 14 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ എല്ലാ വർഷവും വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് സങ്കടമായിരിക്കും, കാരണം മക്കളില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ മാതാവിന് പറഞ്ഞു ഡേറ്റ് സെപ്റ്റംബർ 25 ആണെങ്കിലും എനിക്ക് ആഗ്രഹം സെപ്റ്റംബർ 14 മുമ്പ് എനിക്കൊരു നീ ഒരു സന്തോഷ വാർത്ത എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലും. അങ്ങനെ സെപ്റ്റംബർ 1 ആയപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഇന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്തു. സെപ്റ്റംബർ 1 ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാം നല്ല രീതിയിലാണ് നടന്നത്. സ്കാൻ ചെയ്ത് എനിക്ക് ആദ്യം ഒരു അബോർഷൻ ഉണ്ടായിരുന്നു, കുഞ്ഞ് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു. ഞങ്ങൾ 5 വീക്സ് ആയപ്പോൾ സ്കാനിങ് ചെയ്തു. ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. എല്ലാ സ്കാനിങ്ങിന് പോകുമ്പോഴും എല്ലാ ചെക്കപ്പിന് പോകുമ്പോഴും ഞാൻ ഉടമ്പടി കാശുരൂപം കൊണ്ടുപോയായിരുന്നു. ഓരോ സ്കാനിങ്ങിൽ അവർ സ്കാൻ ചെയ്യുമ്പോഴെല്ലാം കാശുരൂപം വയറിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
അങ്ങനെ ഈ ഏപ്രിൽ 21 ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന മാതാവ് അനുഗ്രഹിച്ചു. അവിടെ ഒരു വലിയൊരു മിറാക്കിൾ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, താൻ ഒരു ഭയങ്കര പൊക്കം കുറഞ്ഞ ഒരാളാണ്, എൻ്റെ ഓവറിൽ ഒരു സിസ്റ്റം ഉണ്ട്, അപ്പോൾ അത് ഇച്ചിരി വലുതുമാണ്, അപ്പം ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്, ഞങ്ങൾ കൃത്യം 1 മാസത്തെ കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു പോകേണ്ടതാണ്, അപ്പോൾ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണം, ഞാൻ എടുക്കുന്ന ഒരു ഡിസിഷൻ തെറ്റാണെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഒന്നും പറ്റരുത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഡോക്ടറിനോട് പറയാൻ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാൻ. അങ്ങനെ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഇല്ല ഡോക്ടർ എനിക്ക് നോർമൽ ഡെലിവറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ നേഴ്സ് ആയതുകൊണ്ട് പുള്ളി പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോർമൽ ഡെലിവറിക്ക് ഇപ്പോൾ പുള്ളി ഡോക്ടർ പറഞ്ഞു അധികം നമ്മൾ വെയിറ്റ് ചെയ്തില്ല, പ്രഷ്യസ് ബേബി ആയതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്തില്ല, നമ്മൾ നോക്കും, അത് കുറച്ച് നേരെ നോക്കത്തുള്ളൂ, എന്നിട്ട് അത് പ്രോഗ്രസ് ആകത്തില്ലെങ്കിൽ നമ്മൾ സിസേറിയന് പോകുമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് വെറും 8 മണിക്കാണ് എനിക്ക് മരുന്നിട്ടത്, 12 മണി വരെ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഡോക്ടർ തന്നിരിക്കുന്നത് 12 മണി വരെ, വെറും 4 മണിക്കൂറേ ഉള്ളൂ, നിനക്ക് സമയത്തിന്മേൽ അധികാരമുള്ള അമ്മയാണെന്ന് എനിക്ക് വേണ്ടി എനിക്ക് 12 മണിയാകുമ്പോൾ എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം, എനിക്ക് ഓപ്പറേഷൻ വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ 12 മണിയായപ്പോഴത്തേനും എൻ്റെ യൂട്രസ് ഫുൾ വികസിച്ചു, എന്നെ ഡോക്ടർ ലേബർ ടേബിളിൽ കയറ്റി. പക്ഷേ അവിടെ ആണെങ്കിലും കുഞ്ഞിന് വെയിറ്റ് കൂടുതലായിരുന്നു, ഡോക്ടർ ലാസ്റ്റ് സ്കാൻ ചെയ്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വന്നതുകൊണ്ട് ഞാനും ഡോക്ടറിനെ അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഹെഡ് ഭയങ്കര ഇറങ്ങി വരാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂറോളം ഇത് വന്ന് ഡോക്ടറിന് ഭയങ്കര ടെൻഷനായി, പ്രഷ്യസ് ബേബി ആയതുകൊണ്ട്. അപ്പോഴും മാതാവിനെ കൈവിട്ടില്ല. അവിടെ വേറൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, പുള്ളിയും വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഡോക്ടറിനെ പറഞ്ഞു വേണ്ട വെയിറ്റ് ചെയ്യാൻ, നമുക്കിത് നോർമലാകും. അങ്ങനെ വെയിറ്റ് ചെയ്ത് ആ ഡോക്ടറിൻ്റെയും സഹായത്തോടെയാണ് കൊച്ചിന് ഒരു കുഴപ്പവും കൂടാതെ ഫോഴ്സെപ്സോ വാക്കോ ഇതൊന്നും ഇടാതെ തന്നെ നോർമൽ ഡെലിവറിയുള്ള ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഷുഗറും പ്രഷറും ഉള്ളതുകൊണ്ട് ഞാനൊരു NIC സ്റ്റാഫാണ്, അതുകൊണ്ട് എനിക്കറിയാം എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്ന്. അപ്പോഴും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അതായത് കൊച്ചിന് NIC കൊണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം, പക്ഷേ അവളെ അധികം കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ അവളെ തരണമെന്ന് പറഞ്ഞു. കൊച്ചിന് ഷുഗർ കുറവായിരുന്നു, അത്ര നേരം തല അവിടെ സ്റ്റക്കായിട്ടിരുന്നതുകൊണ്ട് അവിടെ ഓക്സിജൻ ആവശ്യം വന്നു. പക്ഷേ ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എൻ്റെ അമ്മ കാശുരൂപവും വെച്ച് പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലവും തേച്ചിട്ടാണ് അവളെ NICയിലോട്ട് വിട്ടത്. ഡോക്ടർ എന്നോട് പറഞ്ഞു വീക്ക് ക്രൈ ആണ് മോളെ, അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടാകും, കൊച്ചിൻ്റെ ഷുഗർ കുറവായിരുന്നു, അതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അവർ പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് തന്നെ അവൾ ആക്റ്റീവായി, അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അന്ന് രാത്രി തന്നെ എനിക്ക് അവർ NICയിൽ നിന്ന് അവളെ തന്നു. അങ്ങനെ വലിയൊരു മിറാക്കിളാണ് മാതാവ് എനിക്ക് ചെയ്തു തന്നത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ IELTS 5 പ്രാവശ്യം എഴുതി, എല്ലാ പ്രാവശ്യവും എനിക്ക് 1 or 2 മാർക്കിനാണ് ഇത് IELTS പോകുന്നത്. അപ്പോഴാണ് ഞാനിവിടെ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ OET എഴുതി. കാരണം OETക്ക് എഴുതാൻ കുറച്ച് സാമ്പത്തികമായിട്ട് ഫീസ് കൂടുതലായതുകൊണ്ട് ഞാൻ അത് എഴുതാതിരുന്നത്. അങ്ങനെ OET അപ്രാവശ്യം എഴുതാൻ എല്ലാവരും പറഞ്ഞ് ഞാൻ OET എഴുതി. അപ്പം അതവനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഫീസ് അടയ്ക്കാനോ, അപ്പം ഞാൻ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഒരു മെയിലാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും കൂടെ ആയതുകൊണ്ട് ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ 2 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പുറത്തിറങ്ങി പോയപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു മറ്റേ ഉടമ്പടി മണക്കുമാസത്തിന് പൈസ തരുന്നുണ്ടോ, അങ്ങനെ ഒരു മെയ് 15 ഡേറ്റും ബ്രദർ പറഞ്ഞു, ആ ദിവസമാണ് മണക്കുമാസം നമ്മൾ ചൊല്ലുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ആ ദിവസം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ 18-ാം തീയതി തന്നെ ഒരു ഏജൻസി എന്നെ വിളിച്ചു. IELTSന് കുറച്ച് മാർക്ക് ഒരുമാതിരി മാർക്കുള്ളവർ അവർ OET ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പകുതി ഫീസ് മാത്രം നമ്മൾ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ മാതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ 6000 രൂപ കൊടുത്ത് OET എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആകെ പഠിച്ചത് ഞാനും എൻ്റെ ചേച്ചിയും മാത്രമായിരിക്കും. അങ്ങനെ OET പഠിക്കാൻ പോയി. അപ്രാവശ്യം ഞാൻ OET എഴുതി, എനിക്ക് റൈറ്റിംഗ് മാത്രം കിട്ടിയില്ല, 320 പക്ഷേ 350 വേണം, 15 മാർക്കോ എന്തോ കുറവായിരുന്നു എനിക്ക്. അപ്പോഴും ഞാൻ റീവാലുവേഷന് കൊടുത്തു. OET എപ്പോഴും IELTSന് ഇങ്ങനെ കുറയുമ്പോൾ ഞാൻ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ കിട്ടത്തില്ല, പക്ഷേ ഉടമ്പടി എടുത്തുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, അങ്ങനെ റീവാലുവേഷന് കൊടുത്തു. ഞങ്ങൾ തൈക്കാട്ടുശ്ശേരി ചെന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ അപ്പം എന്നോടൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് തോളെ തട്ടിവിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ അച്ഛൻ കിട്ടുമെങ്കിൽ അച്ഛൻ പറയുമല്ലോ സാക്ഷ്യം പറയാൻ വരണമെന്ന്. എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിച്ചു. ആ പ്രാവശ്യം എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയാണ് റിസൾട്ട് നോക്കിയത്. അപ്പോൾ എനിക്ക് റൈറ്റിംഗ് കിട്ടി. അങ്ങനെ ഞാനും പിന്നെ പ്രോസസ്സിങ് എല്ലാം പെട്ടെന്ന് നടന്നു. എൻ്റെ ചേച്ചിയും പെട്ടെന്ന് തന്നെ OET എഴുതിയായിരുന്നു, അവൾ കിട്ടിയില്ല. പക്ഷേ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു റീവാലുവേഷന് കൊടുക്കേണ്ട, നീ രണ്ടാമതൊന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ അവൾ 2-ാമത് എഴുതി. ഞങ്ങൾ ഒരേ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അടുത്തടുത്ത് വീടും കിട്ടി. ഞങ്ങൾ ഒരേ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ OET കിട്ടിക്കഴിഞ്ഞ് പ്രോസസ്സിങ് എല്ലാം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കൊറോണ വന്നത്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട്
പാസ്പോർട്ടിന് കുറച്ച് എക്സ്പയറി ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ പാസ്പോർട്ട് ഒന്ന് മാറ്റിയായിരുന്നു. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ 14 പേര് ഒരുമിച്ചാണ് നമ്മൾ പോകേണ്ടത്. അപ്പം എല്ലാവരും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. എൻ്റെ പാസ്പോർട്ട് മാറിയതുകൊണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. എല്ലാവർക്കും 30-15 ദിവസമൊക്കെ എടുത്തു. അപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ഡേറ്റിന് മുമ്പ് വിസ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിൽ പോകാൻ പറ്റത്തില്ല, പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോഴും ഞാൻ വചനം ചൊല്ലി മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. വെറും 4 ദിവസം കൊണ്ട് എനിക്ക് വിസ അടിച്ചു കിട്ടി. അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറി ഞാൻ UK സെപ്റ്റംബർ 1-നാണ് ഞാൻ UK ചെന്നത്. പിറ്റേ വർഷം സെപ്റ്റംബർ 1-നാണ് ഞാനൊരു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ എൻ്റെ 2 നിയോഗങ്ങൾ ഇത് മാതാവ് നടത്തി തന്നു. അപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് താമസിച്ചപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്ക് തന്നെ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് 1 വർഷം കണ്ടിന്യൂസ് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് മെറ്റേണിറ്റിയുടെ ഫുൾ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് എനിക്കറിയത്തില്ലായിരുന്നു, മാതാവിനറിയായിരുന്നു. അതുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയത്. എല്ലാ ആരോഗ്യത്തോടെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. പിന്നെ എപ്പോഴും എനിക്കൊരു അവിടെ ഓരോ രോഗികളെ നോക്കുമ്പോഴും നമുക്ക് എപ്പോഴും ഒരു സംരക്ഷണം ഉണ്ടായിരിക്കും. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, കുറേ റൂൾസും ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ അറിയാൻ മേലായിരിക്കും. ചിലപ്പോൾ ഞാനൊരു റെസ്പിറേറ്ററി വാർഡിലായിരിക്കും. അപ്പോൾ എൻ്റെ പേഷ്യൻസ് എല്ലാം ഓക്സിജൻ വെച്ചാണ് കിടക്കുന്നത്. അവർക്ക് ചിലപ്പം അവർ ഉറങ്ങുമ്പോൾ ഓക്സിജൻ മാറ്റും. അപ്പോൾ അവർക്കത് തിരിച്ചു വെക്കാനുള്ള അതുപോലെയുള്ള ഇതിലായിരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ എപ്പോഴും അവരുടെ കൂടെ നിൽക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പോകും. അങ്ങനെയൊക്കെയാണ് ഡ്യൂട്ടിക്ക് വന്നത്. അപ്പോൾ എന്നോട് ആരോ മാതാവ് പറയുന്ന പോലെ തോന്നും, ഇന്ന പേഷ്യൻറ്റിന് നിന്നെ ആവശ്യമുണ്ട്, അല്ല ആ പേഷ്യനെ പോയി നോക്കാമെന്ന് എൻ്റെ മനസ്സിൽ പറയുക. ഞാൻ പോയി നോക്കുമ്പോൾ ശരിക്കും അവർക്ക് ഞാൻ ചെല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നായിരിക്കും. അവർ ചിലപ്പോൾ സിക്കായിരുന്നായിരിക്കും. അങ്ങനെ എപ്പോഴും മാതാവിൻ്റെ സംരക്ഷണമുണ്ട്. ഏതൊരു ചെറിയ കാര്യത്തിനാണെങ്കിലും വലിയ കാര്യത്തിനാണെങ്കിലും മാതാവിൻ്റെ കാശുരൂപം കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് ഇതുവരെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം.